ഇറാൻ സംഘർഷം അത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തെഹ്റാനിലെ ഇസ്രായേൽ ആക്രമണത്തിന് ഹൈഫയിൽ തിരിച്ചടിച്ചു ഇറാൻ. ഇസ്രായേൽ ആക്രമണത്തിൽ IRGC ഇന്റലിജൻസ് മേധാവിയും 2 ജനറൽമാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ സ്ഥിരീകരണമുണ്ട്. ഈ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായുള്ള ഖത്തറിന്റെയും ഒമാന്റെയും മധ്യസ്ഥ ശ്രമം ഇറാൻ നിരസിക്കുകയും ചെയ്തു. വിശദമായ ഒരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം. പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. തുടർച്ചയായ 3-ാം ദിവസവും ഇരു രാജ്യങ്ങളും ആക്രമണവും പ്രത്യാക്രമണവും ശക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഖസേമിയും ഉപമേധാവി ഹസൻ മൊഹാക്കിക്കും കൊല്ലപ്പെട്ടു. ഇറാന്റെ കൂടുതൽ ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 224 പേർ കൊല്ലപ്പെട്ടതായും 1200-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംഘർഷം രൂക്ഷമായതോടെ ടെഹ്റാനിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനിലെ മഷാദ് എയർപോർട്ടിലും ഇസ്രായേൽ ആക്രമണം നടത്തി. വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വിമാനം തകർത്തു. മധ്യ ഇറാനിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. ടെല്ലവീവിലും ഹൈഫയിലും ജെറുസലേമിലും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങളും തകർന്നു. ഇറാന്റെ 100-ലധികം ഡ്രോണുകൾ നിർവീര്യമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയുണ്ടായതുപോലെ ഇറാനും ഇസ്രായേലും ധാരണയിലെത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ പ്രത്യാക്രമണം നിർത്തുമെന്നാണ് ഇറാന്റെ നിലപാട്. ആക്രമണം തുടർന്നാൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായുള്ള ഖത്തറിന്റെയും ഒമാന്റെയും മധ്യസ്ഥ ശ്രമം ഇറാൻ നിരസിച്ചു. ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ ഇറാന്റെ എണ്ണവാതക മേഖലകളെയും ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ എണ്ണവിലയും കുതിച്ചുയരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.